ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് KTMൻ്റെ സാരഥിയുടെ കൊല്ലം ഷോറൂമിലാണ്. സോ ഞാനിന്ന് നിങ്ങൾക്കൊരു പുതിയൊരു ബൈക്കായിരിക്കും പരിചയപ്പെടുത്തുന്നത്. ബൈക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന KTM RC 390 ആണ്. ഇത് KTM റീസെൻ്റ്ലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ബൈക്കാണ്. സോ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യമേ ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈനിലോട്ട് പോകാം. ഇത് നമ്മൾ പഴയ RC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഒരു പുതിയ ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ്റെ മെയിൻ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഫ്രെയിമാണ്. സബ് ഫ്രെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സ്പ്ലിറ്റ് ഫ്രെയിമാണിത്. ഇത് നമുക്ക് ഒരു സബ് ഫ്രെയിമാണ്, ഇത് മെയിൻ ഫ്രെയിമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡ്യൂക്കിലൊക്കെ കണ്ടുവന്ന പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ മെറ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു ഫ്രെയിം മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അത് ഈ ഒരു ഡിസൈനിൽ അവർ വളരെയധികം യൂസ്ഫുള്ളായിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണ്. ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫൈബർ പാർട്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ഫൈബർ പാർട്സാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എയർ വെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രാഫിക്സ് ആണെങ്കിലും വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സാണ് കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ പറയുമ്പോൾ KTMൻ്റെ തന്നെ ഫാക്ടറി ബ്ലൂ ആണ്, അതായത് അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറയും. ആ ഒരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറൊരു ഓറഞ്ച് കളറും ഉണ്ട് അവൈലബിൾ ആയിട്ട്. പിന്നെ നമുക്ക് ടാങ്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെറ്റൽ ടാങ്കാണ് ഔട്ടർ വന്നിരിക്കുന്നത്. ഇത് 13.5 ലിറ്ററിൻ്റെ ടാങ്കാണ്. നമുക്കിവിടെ ആയിട്ട് KTMൻ്റെ ഒരു ലോഗോ ആണ് മെറ്റലിൽ. ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് ഒരു RC 8ൻ്റെ ഒരു സ്പോർട്സ് സ്റ്റൈലിംഗ് ആണ് വന്നിരിക്കുന്നത്. നമുക്കതിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു DRLും പിന്നെ ഇൻഡിക്കേറ്ററും ഈ ഒരു ഹെഡിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ് വരുന്നത്. നേരത്തെ പ്രൊജക്ടർ ലൈറ്റ്സ് ആയിരുന്നു. സോ LED ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിരിക്കും നൈറ്റ് വിഷനൊക്കെ. നമ്മുടെ ഇൻഡിക്കേറ്റർ രണ്ട് സൈഡും നല്ല നീറ്റ്ലി അവർ ആ ഒരു DRലുമായിട്ട് മാച്ച് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു വൈസർ ഏരിയ നോക്കുമ്പോൾ നമുക്ക് വൈസറിൽ ചെറിയൊരു പാറ്റേൺ കാണാം. അതിൻ്റെ ഒരു ഇൻറ്റീരിയറിൽ നമുക്കൊരു KTMൻ്റെ ഒരു ഓറഞ്ച് സ്റ്റിക്കറിങ്ങും കാണാം. സോ ഒരു RC 8 ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഹെഡ് പോർഷനാണ് നമുക്ക് ഈ ഒരു RC 390യിൽ KTM നൽകിയിരിക്കുന്നത്. ഒരു ഡിസൈൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു എക്സോസ്റ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. സോ ഇത് നമുക്ക് ഈ SC പ്രോജക്റ്റിലൊക്കെ കാണുന്ന പോലെ ഒരു മെഷ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് വളരെ ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വേണ്ട ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് എന്ന് തന്നെ തോന്നും. പിന്നെ നമുക്ക് ഈ ഒരു ലിവർ നമ്മളെ ബ്രേക്കിൻ്റെ ആണെങ്കിലും ഗിയറിൻ്റെ ലിവർ ആണെങ്കിലും അതൊക്കെ ഒരു അഡ്ജസ്റ്റബിൾ ടൈപ്പാണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാലും ലിവർ ബ്രേക്ക് ആവത്തില്ല, പകരം ഇതിങ്ങനെ ഈ ഒരു ബെൻഡ് ആവത്തേ ഉള്ളൂ. അതൊക്കെ വളരെ ഒരു യൂസ്ഫുൾ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനെ പറ്റി പറയാം. ഇതൊരു 373cc എഞ്ചിനാണ് ഇതിന് നൽകിയിരിക്കുന്നത് KTM. ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 6 speed ഗിയർ ബോക്സ് ആണ്. ഇതിൽ നമുക്ക് സ്ലിപ്പർ ക്ലച്ചും KTM നൽകിയിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ വിത്ത് ഓട്ടോ ബ്ലിപ്പറും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ക്ലച്ച്ലെസ് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ക്വിക്ക് ഷിഫ്റ്റർ വിത്ത് ഓട്ടോ ബ്ലിപ്പറും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാതെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെ ഈ ഒരു പ്രൈസ് പോയിൻ്റ് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണിയാണ് ഈ ബൈക്ക് എന്ന് പറയാം. കാരണം ഈ ഒരു പ്രൈസ് പോയിൻ്റ് നമ്മളൊരു 7 lakhs വരെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇത്രയേറെ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് നൽകുന്ന മറ്റൊരു ബൈക്കില്ല. പിന്നെ നമുക്ക് ഈ ഒരു പുതിയ മോഡലിൽ തന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റി അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 13.5 ലിറ്ററാണ്. സോ നമുക്ക് കൂടുതൽ കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്യാൻ പറ്റും, ട്രാക്കിലാണെങ്കിലും നമ്മുടെ റോഡിലാണെങ്കിലും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൺസോൾ ഇപ്പം ഫുള്ളി ഡിജിറ്റൽ കൺസോളാണ്, TFT കൺസോളാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടുവന്ന 390 ഡ്യൂക്കിലും നമ്മുടെ 390 ADVയിലും കണ്ടുവന്ന സെയിം ഒരു കൺസോളാണ് വന്നിരിക്കുന്നത്.
ഓക്കെ, അടുത്തത് ഇതിൻ്റെ ആ ഒരു TFT കൺസോളിനെ പറ്റി പറയാം. നമ്മൾ ഡ്യൂക്ക് 390ലും 390 അഡ്വഞ്ചറിലും കണ്ടുവന്ന സെയിം ഒരു കൺസോളാണ് RC 390ൽ KTM നൽകിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിൽ ബേസിക് ഡീറ്റെയിൽസ് ആയ ട്രിപ്പ് 1, ട്രിപ്പ് B, പിന്നെ ബാറ്ററി ഇൻഡിക്കേറ്റർ മാത്രമല്ല നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫോൺ സിഗ്നൽ, ഫോൺ ബാറ്ററി അങ്ങനെയുള്ള ഡീറ്റെയിൽസിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ RPMൻ്റെതും നമുക്ക് ABS ഏത് മോഡാണ്. ABSയിൽ 2 മോഡുണ്ട്, ഒന്ന് സൂപ്പർ മോട്ടോയും ഒന്ന് റോഡ് മോഡുമാണ്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനുള്ളൊരു സംവിധാനമുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു കൺട്രോൾസൊക്കെ ഈ ഒരു സ്വിച്ച് ഗിയർ വഴിയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. നമുക്കിപ്പം മൊബൈലിൽ കണക്ട് ചെയ്യണമെങ്കിൽ KTM MyRide ആപ്പ് സെലക്ട് ചെയ്യാം. നമുക്കത് വെച്ച് കോളും മ്യൂസിക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്കിപ്പം ABSൻ്റെ ഒരു കാര്യമാണെങ്കിലും ABS സൂപ്പർ മോട്ടോ ആക്കണോ. സൂപ്പർ മോട്ടോ ABS എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക് വീലിൽ ABS ഓഫ് ആവും, ഫ്രണ്ട് വീൽ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കണോ ഓഫ് ആക്കണോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു TFT കൺസോളാണ് RC 390ൽ KTM നൽകിയിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ കംഫർട്ട് ലെവലിനെ പറ്റി പറയാം. കംഫർട്ട് ലെവലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ സീറ്റാണ്. പുതിയൊരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലാംബോർഗിനിയിലൊക്കെ കണ്ടുവരുന്ന ഒരു അൽക്കൻഡേറ മെറ്റീരിയൽ ഫിനിഷ് പോലെ നമുക്ക് തോന്നും. നല്ലൊരു സീറ്റിംഗ് ആണെന്ന് പറയാം. നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള സീറ്റിംഗ് ആണ്. പില്ലിയനാണെങ്കിലും റൈഡറിനാണെങ്കിലും അത്യാവശ്യം കുഷ്യനിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ്. ഇതിൻ്റെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ നമ്മൾ നേരത്തെ കണ്ടുവന്ന RCനേക്കാളും കുറച്ചുകൂടെ റേസ്ഡ് ആണ്. സോ നമുക്ക് ഇതിൽ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ട്രാക്കിൽ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഓൺ കുറച്ചുകൂടെ ലോവർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റിൽ വെച്ചിരിക്കുകയാണ്. സോ നല്ല കംഫർട്ടായിട്ട് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഈ ഒരു പൊസിഷനാണ് നല്ലത്. സോ അതും ഈ ഒരു വണ്ടിയുടെ ആ ഒരു കംഫർട്ട് ലെവൽ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് മിറേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വൈഡർ മിററാണ് വന്നിരിക്കുന്നത്. സോ ബാക്കിലെ വിസിബിലിറ്റി നല്ല കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതൊക്കെ KTM വളരെയധികം കൃത്യതയോടുകൂടിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ഇരിക്കുമ്പോൾ ഒരു സൂപ്പർ സ്പോർട്ട് റൈഡിങ് പൊസിഷനാണെന്ന് തന്നെ പറയാം. നമുക്ക് ലെഗ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബാക്കിലോട്ടാണ് ഫുട് പെഗ് വരുന്നത്. മാത്രമല്ല ഹാൻഡിൽ ബാർ നേരത്തെ RC പോലെ അത്ര അഗ്രസീവ് പൊസിഷനല്ല, കുറച്ചൊന്ന് റേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണെന്ന് പറയാം. പിന്നെ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ക്ലിപ്പ് ഓൺസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബാക്ക് പെയിനോ അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ പെയിനോ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നമുക്ക് ട്രാക്കിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹാൻഡിൽ കുറച്ചുകൂടെ ഒന്ന് ഡൗൺ ആക്കാം. അപ്പം ഒരു ട്രാക്ക് ഫോക്കസ്ഡ് മെഷീനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ക്ലിപ്പ് ഓൺ ഈ ഒരു ഹൈറ്റിലാണ് വയ്ക്കുന്നത്, നമുക്ക് സിറ്റി റൈഡിന് യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് അടുത്ത ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി പറയാം. ഇതിലൊരു നമുക്ക് ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വരുന്നത്. WPയുടെ അപ്പെക്സിൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് റിയർ ആണെങ്കിൽ WPയുടെ അപ്പെക്സ് ആണ് വരുന്നത്, മോണോ ഷോക്കാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ട്രാക്ക് ഫോക്കസും നമുക്ക് റോഡിനും ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവർ ഈ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗ്ലോബൽ മോഡലിൽ കണ്ടുവന്ന പോലെ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യൻ വെർഷനിൽ. സോ അതൊരു ഡ്രോബാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത്രയധികം ഫീച്ചേഴ്സ് ലോഡ് ചെയ്തൊരു ബൈക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു സസ്പെൻഷൻ്റെ ട്യൂണിംഗ് ഇല്ലെന്ന് വെച്ചാൽ അതൊരു കുഴപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിനി ഇതിൻ്റെ ടയേഴ്സ് പറയുകയാണെങ്കിൽ ടയേഴ്സ് മെറ്റ്സെല്ലറാണ് വന്നിരിക്കുന്നത്. മെറ്റ്സെല്ലറിൻ്റെ എച്ച് റേറ്റഡ് ടയേഴ്സാണ്. സോ നല്ല ഗ്രിപ്പ് നമുക്ക് റോഡിലാണെങ്കിലും വെറ്റ് കണ്ടീഷനിലാണ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ ബ്രേക്കിങ്ങിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഹബ്ലെസ് ഡിസ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഈ ഹബ്ലെസ് ഡിസ്ക് വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടിയുടെ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. ഏകദേശം 4.5 kg അടുപ്പിച്ചാണ് ഈ ഒരു അലോയ്സും ഈ ഒരു ഹബ്ലെസ് ഡിസ്കും വന്നപ്പോൾ ഈ ഒരു വണ്ടിക്ക് ലോസ് ആയത്. ബട്ട് നമുക്ക് ഈ ഒരു 13.5 ലിറ്റർ ടാങ്ക് വന്നപ്പോൾ എഗെയിൻ ഒരു 3.5 ലിറ്റർ ഗെയിനായി. സോ ഓവറോൾ ടോട്ടൽ ലോസ് ഏകദേശം 1 kg ആണ്. 1 kg ആണ് നമ്മൾ പഴയ RC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് ടോട്ടലായിട്ട് ലോസ് ആയിട്ടുള്ളത്. സോ ബ്രേക്ക് 320 mm ബൈബറിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കും വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ആണ്. സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ആ ഒരു ബ്രേക്ക് പാഡ്സ് ആണ്. സോ അത്യാവശ്യം നല്ലൊരു ബൈറ്റുള്ള ബ്രേക്ക് പാഡ്സ് ആണെന്ന് നമുക്ക് പറയാം.
ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 4.05 lakhs ആണ്. നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന KTMൻ്റെ കൊല്ലം സാരഥിയുടെ ഡീലർഷിപ്പിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ബൈക്കിൻ്റെ ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 10,000 ആണ്. നിങ്ങൾക്ക് 90 days അടുപ്പിച്ച് നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു ബൈക്ക് എടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ബുക്ക് ചെയ്യേണ്ടതാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത്രയധികം ഫീച്ചേഴ്സും ഇത്രയധികം പവറും നൽകുന്ന മറ്റൊരു ബൈക്കോ ബ്രാൻഡോ ഇല്ല. സോ നമുക്ക് വാല്യൂ ഫോർ മണി ആണെന്ന് തന്നെ പറയാം. കാരണം നല്ല ക്വാളിറ്റി പാർട്സും നല്ല ഇലക്ട്രിക്കൽ ഫീച്ചേഴ്സും ആയിട്ടാണ് KTM RC 390 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ ട്രാവൽ വീഡിയോസും ഓട്ടോമോട്ടീവ് റിവ്യൂ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you, bye bye.